Hello guys, welcome back to my channel. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ വാക്കുന്നൊരു വീഡിയോ ആണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 5 ടോപ്സ് ആൻഡ് ഡ്രസ്സസ് ഫ്രം ആമസോൺ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പ് കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ച 5 പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഞാൻ ഇത് വെച്ചേക്കണോ അതോ റിട്ടേൺ ചെയ്യണോ, ലൈക്ക് കീപ്പ് ഇറ്റ് ഓർ റിട്ടേൺ വീഡിയോ ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് എൻ്റെ എല്ലാം ഞാൻ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ റെഡി ആയിക്കോളും. സോ ഗൈസ്, ഞാൻ ആമസോണിൽ നിന്ന് ഭയങ്കര വലിയ പർച്ചേസ് ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് ആമസോൺ ഡെലിവറി ചേട്ടൻ ഡെയിലി എന്നെ വിളിക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് ഞാൻ സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. അങ്ങനെ ഇത്രയും പ്രൊഡക്ട്സ് ആണ് വാങ്ങിയത്. എനിക്കിത് നിങ്ങളുടെ മുമ്പിൽ അൺബോക്സ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശരിക്കും ഞാൻ എന്താ പറയുക, ഒത്തിരി ഫിൽട്ടർ ചെയ്ത് വാങ്ങിയ കുറേ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അതായത് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ അതൊക്കെ ആരും ഇട്ട് കണ്ടിട്ടില്ലാത്ത കുറച്ച് ഡ്രസ്സസാണ്. സോ ഗൈസ്, ഇന്നലത്തെ പോലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സെന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം ബ്രാൻഡഡ് ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്ത് വെക്കുന്നത്. വാങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസാണ് വാങ്ങുന്നത്. നമ്മൾ സാധാ സ്റ്റോഴ്സിലൊക്കെ പോയിട്ട്. അപ്പം എനിക്ക് തോന്നി ഐ ഷുഡ് ബൈ സംതിങ് ഡിഫറെൻറ്റ്. കാരണം വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ വെറൈറ്റി ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. ഇതാണ് ഫസ്റ്റ് ടോപ്പ്. വേണ്ട, ബ്ലാക്കിൽ ഇങ്ങനെ ഡബിൾ സ്ട്രൈപ്സ് ഒക്കെ വരുന്ന ടോപ്പാണ്. ആക്ച്വലി എനിക്ക് സൈസ് ചെറുതാണ്. ഇത് ഞാൻ കുറച്ചുകൂടെ മെലിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് മെലിയാം. അതർവൈസ് എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റും. പക്ഷേ ഇതെനിക്ക് ഇപ്പോൾ പുറത്തിടാൻ പറ്റുന്ന ഒരു വണ്ണം അല്ല ഇതിന്. ഞാൻ എന്തായാലും ഇട്ട് കാണിക്കാം. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് ബോഡി ഫിറ്റായിട്ടാണ് കിടക്കുന്നത്. ഇത്രയും ടൈറ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല. ബട്ട് 1 ഇഞ്ചും കൂടെയൊക്കെ ഞാൻ ഒരു ചേഞ്ച് വരുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 259 റുപ്പീസ് ആണ്. ആൻഡ് ഇത് 100% പോളിസ്റ്റർ ആണ്. ഇത് സമ്മറിലൊക്കെ അത്യാവശ്യം പോവും. അങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ സൈസ് ചെറുതായിപ്പോയി. എനിവേ സാരമില്ല. സൈസ് ഏതാ ഞാൻ വാങ്ങിയത്? സ്മോൾ ആണോ ഞാൻ വാങ്ങിയത്? ഈശ്വര. എനിവേ എനിക്ക് ആക്ച്വലി മീഡിയം വേണം. അപ്പോൾ ഇത് മെലിഞ്ഞിട്ട് പുറത്തിടാം. വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ശരിക്കും ഭയങ്കര ഫിറ്റായിട്ട് ഉള്ള ഡ്രസ്സസ് ഇടുന്നവരാണോ അതോ ഭയങ്കര കംഫർട്ട്നെസ് ഫോക്കസ് ചെയ്യുന്നവരാണോ? ഞാൻ കൂടുതലും തടിച്ചിരുന്ന സമയത്ത് കംഫർട്ട്നെസ് ആയിരുന്നു കുറച്ചുകൂടെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ മര്യാദയ്ക്ക് ഡ്രസ്സിങ് ചെയ്യാൻ തുടങ്ങി. കാരണം തടിച്ചിരുന്ന സമയത്ത് എനിക്ക് ചൂടൊക്കെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ കൂടുതലും ലൂസായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഈ ടീഷർട്ട് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ പ്രൈസ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ബേവക്കൂഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടീഷർട്ടാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 399 റുപ്പീസാണ്. യെസ്, 399. നിങ്ങൾക്കറിയായിരിക്കും എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. സോ റെഡ് കണ്ടപ്പോൾ ഞാൻ കണ്ണും പൂട്ടി വാങ്ങി. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഈ സമ്മറിനെ മുന്നിൽ കണ്ട് ഞാൻ വാങ്ങിയ ഏറ്റവും ബെസ്റ്റ് എവർ പർച്ചേസ് ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്, വെയർ ചെയ്യാൻ നല്ല കോട്ടൺ ആണ്. പിന്നെ ഞാനൊരു 4-5 ഇയേഴ്സ് കൊണ്ട് ബേവ്കൂഫിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. നെക്സ്റ്റ് ഡ്രസ്സ് ഞാൻ വളരെ എക്സ്പെക്റ്റേഷൻ കുറച്ച് വാങ്ങിയതാണെങ്കിൽ കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. ഇട്ടപ്പോൾ അതിൻ്റെ ഏറെ ഭംഗി തോന്നിയ ഒരു അടിപൊളി ഡ്രസ്സാണ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശരിക്കും ബേബി പിങ്ക് അല്ലേ? ഞാൻ പണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമായിരുന്നു, പക്ഷേ ഇപ്പം ഇടില്ല. അതിൻ്റെ എനിക്ക് നെക്കും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതും ഹാർപ്പ എന്ന ബ്രാൻഡിൻ്റെ ഡ്രസ്സാണ്. എനിക്ക് നല്ല ചേരുന്നില്ലേ? നോക്ക്, നിങ്ങൾ പറ, ഡ്രസ്സ് നല്ല ചേരുന്നില്ലേ? അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതിനിങ്ങനെ ഒരു ബെൽറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്കത് ഇട്ടില്ലെങ്കിലും കൊള്ളാൻ തോന്നി. നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് ഈ ഒരു ടോപ്പിൽ ഏറ്റവും ഇഷ്ടമായത് അതിൻ്റെ ഹാൻഡിൻ്റെ ആ ഒരു ഡിസൈനാണ്. ഇനിയപ്പോൾ ഒരു ബ്ലൗസൊക്കെ തയ്ക്കുമ്പോഴത്തേക്ക് ഈ ഹാൻഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. അതേപോലെ തന്നെ മെറ്റീരിയലും പിന്നെ കളർ എൻ്റെ സ്കിന്നിന് ഭയങ്കര കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 499 റുപ്പീസാണ്. സോ ഗൈസ്, നെക്സ്റ്റ് ഞാൻ 2 വർഷം മുമ്പേ കാശ്മീർ പോയപ്പോഴത്തേക്കും ഇട്ടിരുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്, ഫാബെല്ലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ആ ഡ്രസ്സിൽ അത് വേറെ ആയിരുന്നു. ഇത് സെയിം പാറ്റേൺ ഒക്കെ ആയിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു. ഞാൻ ആ കാശ്മീരിൻ്റെ മിക്ക വീഡിയോസിലും, പക്ഷേ 2 കൊല്ലം മുമ്പാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ശേഷം ഈ ചാനലിൽ ജോയിൻ ചെയ്ത്
അതിനുശേഷം ചാനൽ ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കങ്ങനെ ആ ഒരു മോഡൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. എനിക്കിത് സ്ക്വയർ നെക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ ഇന്നേഴ്സൊക്കെ ഫുൾ കവറേജ് വരുമ്പോഴത്തേക്കും ഇവിടം വരെ കയറി കിടക്കും. അപ്പോഴാണ് ഈ ഡീപ്പ് നെക്സ് വരുമ്പോഴത്തേക്കും ഇത് കാണുന്നത്. ഇത് എത്ര പിൻ ചെയ്ത് വെച്ചാലും ശരിയാവത്തില്ല. ബട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കെട്ടാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കളറ് ഭയങ്കരമായിട്ട്, ഇത് ഡ്രസ്സാണ് കേട്ടോ, ഇത് ടോപ്പല്ല, ഇത് ഡ്രസ്സാണ്. കണ്ടോ, ഇത് ഞാൻ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ വരുവാണെങ്കിൽ ഇടാൻ വേണ്ടി വാങ്ങിയതാണ്. ഞാൻ ഇട്ട് കാണിക്കാൻ, നിങ്ങൾ എങ്ങനെയാണെന്ന് പറയാം. ഈ ഒരു ഡ്രസ്സ് സൈറ്റിൽ കണ്ട കളറല്ല ശരിക്കും നേരിട്ട് കണ്ടപ്പോൾ. പക്ഷേ എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സൈറ്റിൽ കണ്ട കുറച്ചും കൂടെയൊക്കെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. ബട്ട് ദിസ് വൺ ലുക്സ് ഗ്രേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ എൻ്റെ പ്രൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു അറൗണ്ട് 500 സംതിങ് ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ 2 ടോപ്പ് ഒരുമിച്ച് 2 ഡ്രസ്സ് ഒരുമിച്ച് മേടിച്ചപ്പോൾ എനിക്ക് രണ്ടും കൂടെ എനിക്കായത് 1200 ആണ്. അപ്പോൾ ഒന്ന് 700ഉം ഒന്ന് 500ഉം അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്ക്, നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. പ്രിയനൊരാൾ ഇന്ന് വന്നുവോ എൻ്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ. ഇതെനിക്ക് ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. വൈറ്റ് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇത് എനിക്ക് ശരിക്കും ഇത് ഓക്കെ മാച്ച് ആവുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. സൈസ് കറക്റ്റ് ആവുമെന്ന് വിചാരിച്ച് വാങ്ങിയല്ല. പക്ഷേ എനിക്കിത് സംഭവം വലുതാണ്. പക്ഷേ ഞാൻ ഇത് റിട്ടേൺ ചെയ്യുന്നില്ല. നമുക്ക് ഇത് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഓൾട്ടർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ആ ഡ്രസ്സ്. കേസ് കാണിച്ചു തരാം. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, ബ്രാൻഡിൻ്റെ പേര് സ്റ്റൈലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു വൈറ്റ് ബോഡിക്കോൺ ഡ്രസ്സാണ്. പക്ഷേ എനിക്ക് നല്ല വലുതാണ്. ഞാൻ ചെറുതായി, കാരണം ബോഡിക്കോൺ ഡ്രസ്സസ് എനിക്ക് വയറുള്ളതുകൊണ്ട് ബോഡിക്കോൺ ഡ്രസ്സസ് ചെറുത് വാങ്ങാൻ എനിക്ക് അത്ര ധൈര്യമില്ല. അതുകൊണ്ട് ഞാൻ വലുതാണ് വാങ്ങുന്നത്. പക്ഷേ വലുത് വാങ്ങിയപ്പോഴാണ് ഇങ്ങനെ സംഭവമായത്. ബട്ട് കുഴപ്പമില്ല, നമുക്ക് ചെറുതാക്കി ഉപയോഗിക്കാം. അത്ര അടിപൊളിയായിട്ട് ഡ്രസ്സാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതും കൂടെ എനിക്ക് 1200 ആയത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എനിക്ക് കറക്റ്റ് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രെറ്റി വൈറ്റ് ഡ്രസ്സാണ്. നടുക്കത്തെ ആ പോർഷനില്ലേ, അത് ഓൾട്ടർ ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ സ്കിന്ന് ലൈറ്റായിട്ട് കാണുന്ന രീതിയിൽ ആവും. ഇത് ഞാൻ ജസ്റ്റ് സ്ലൈഡൊക്കെ ഒന്ന് കുത്തി വെച്ചേക്കാണ്, ബിക്കോസ് എനിക്ക് ഓൾട്ടറേഷൻ പോസിബിൾ ആയിരുന്നില്ല. സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ആണ്. അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന 5 മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് നാളെ ഞാൻ പോസ്റ്റ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം, നാളെ തന്നെ വരാം. സോ സ്റ്റേ ട്യൂൺഡ്.